നമസ്കാരം. സ്നേഹത്തിന്റെ കടയിലെ സാധനങ്ങളെല്ലാം പൂത്തു തുടങ്ങി എന്ന് തോന്നുന്നു. കോൺഗ്രസിന്റെ പാളയം വിട്ട് ഇടതിനൊപ്പം ചേർന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ കോൺഗ്രസുകാരെ. വർഗീയ ഫാക്ടറിയിൽ നിന്ന് അപമാനം താങ്ങാൻ വയ്യാതെ BJP നേതാവും ഒടുക്കം ഇടതിനൊപ്പം ചേർന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിലെ ജയവും തോൽവിയും ഒക്കെ അസ്ഥാനത്താക്കിയാണ് കോൺഗ്രസിൽ നിന്നും BJPയിൽ നിന്നും നേതാക്കൾ ഇടതുപക്ഷത്തേക്ക് എത്തിയത്. പാലക്കാട്ടെ BJP തരൂർ മണ്ഡലം ജനറൽ സെക്രട്ടറി മരുതക്കോട് സുനിൽകുമാറും കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് N രാധാകൃഷ്ണനും കുടുംബാംഗങ്ങളും ഇടതിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. 20 പേരാണ് കോൺഗ്രസിൽ നിന്ന് ഇടതുപക്ഷത്തേക്ക് എത്തിയത്. അതും 15 വർഷത്തെ BJP കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാണ് LDF-ൽ എത്തിയത്. അഴിമതിയിൽ മനംനൊന്താണ് ഇടതിലേക്ക് എത്തിയതെന്ന് കോൺഗ്രസിൽ നിന്ന് വന്ന നേതാക്കൾ പറയുന്നു. അതേസമയം BJPയുടെ വർഗീയ അജണ്ടയിൽ മനം മടുത്താണ് പാർട്ടി വിട്ട് ഇടതിന്റെ തണലിലേക്ക് എത്തിയതെന്ന് BJPയിലെ നേതാക്കളും പറയുന്നു. കോൺഗ്രസിന്റെ നയങ്ങളിൽ മനം മടുത്ത് ആ പാർട്ടി വിടുന്ന പ്രമുഖ നേതാക്കൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് BJPക്കെതിരെ പോരാടാനാണ് താല്പര്യം കാണിക്കുന്നത്. നേതാക്കൾ മാത്രമല്ല, പല ഭാഗത്തും പ്രവർത്തകരും ഇടതുപക്ഷത്തേക്ക് മാറുന്ന പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. ചില പേരുകൾ എടുത്തു പറയാം. കോൺഗ്രസിന്റെ നേതൃനിരയിൽ പ്രമുഖനായ PC ചാക്കോ കോൺഗ്രസ് വിട്ട് LDF-ന്റെ വിജയത്തിന് വേണ്ടി പ്രചാരണ രംഗത്താണ്. മുൻ MLA മഹിളാ കോൺഗ്രസിന്റെ പ്രമുഖ നേതാവുമായ KC റോസക്കുട്ടി പാർട്ടി വിട്ട് ഇടതുപക്ഷത്തേക്കാണ് വന്നത്. രാഹുൽ ഗാന്ധി കേരളത്തിൽ റോഡ് ഷോ നടത്തുന്നതിനിടെയാണ് KPCC മുൻ ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു പാർട്ടി വിട്ട് ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചത്. വളരെ സ്വാഗതാർഹമായ മാറ്റങ്ങളാണിതെല്ലാം. കേരളത്തിൽ മതനിരപേക്ഷ ചേരിയെ ശക്തിപ്പെടുത്താൻ ഇടത് സഹായിക്കുമെന്നതിൽ തർക്കമില്ല. സ്ത്രീകളെ കോൺഗ്രസ് അവഗണിക്കുന്നതിലും അവഹേളിക്കുന്നതിലും ദുഃഖിതയായാണ് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷ് KPCC ആസ്ഥാനത്ത് തലമുടലം ചെയ്ത് പാർട്ടി വിട്ടത്. താൻ BJPയിലേക്ക് ഇല്ലെന്ന് അവരും വ്യക്തമാക്കിയിട്ടുണ്ട്. വർഗീയതയോട് എതിർപ്പുള്ളവർക്ക് കോൺഗ്രസിൽ തുടരാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. മതനിരപേക്ഷ നിലപാടുള്ളവർക്ക് ഒരിക്കലും BJPയിലേക്ക് പോകാനാകില്ല. അവർ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കും. കോൺഗ്രസ് വിടുന്നവർ BJPയിലേക്കാണ് ചേക്കേറുക എന്ന വാദം ഈ ഘട്ടത്തിൽ ഉന്നയിക്കുന്നവരുടെ ലക്ഷ്യം വ്യക്തമാണ്. മതനിരപേക്ഷ വിശ്വാസികളെ തെറ്റിദ്ധരിപ്പിച്ച് കോൺഗ്രസിനെ തോൽവിയിൽ നിന്ന് രക്ഷപ്പെടുത്തണം. അതുവഴി ഇടതുപക്ഷത്തിന്റെ തുടർഭരണം തടയണം. ജമാഅത്തെ ഇസ്ലാമി തുടങ്ങി വെച്ച ഈ പ്രചാരണം കോൺഗ്രസ് നേതാക്കൾ സ്വയം ഏറ്റെടുക്കുന്നതാണ് നാം കാണുന്നത്. ഈ പ്രചരണത്തിലെ പൊള്ളത്തരം വ്യക്തമാക്കുന്നതാണ് ഇടതുപക്ഷ ചേരിയിലേക്കുള്ള കോൺഗ്രസ് നേതാക്കളുടെ വരവ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതോടെ കേരളത്തിൽ കോൺഗ്രസ് ശിഥിലമാകുമെന്ന് CPIM പ്രവചിച്ചത് ദേശീയ രാഷ്ട്രീയവും കേരള രാഷ്ട്രീയവും വസ്തുനിഷ്ഠമായി വിലയിരുത്തിയായിരുന്നു. കോൺഗ്രസിൽ പ്രതീക്ഷ നശിച്ച പ്രവർത്തകർ ഇടതുപക്ഷത്തേക്ക് മാറുന്ന പ്രവണത സംസ്ഥാനത്താകെയുണ്ട്. BJPയെ പ്രതിരോധിക്കാൻ ശക്തമായ ഇടതുപക്ഷ പ്രസ്ഥാനം കേരളത്തിലുണ്ട്. എല്ലാത്തരം വർഗീയതകൾക്കുമെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത ഇടതുപക്ഷം പോരാടുന്നു. ഈ വിശ്വാസ്യതയാണ് കോൺഗ്രസിലെ മതനിരപേക്ഷ വിശ്വാസികളെ ഇടതുപക്ഷത്തേക്ക് ആകർഷിക്കുന്നതും.